ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാനിൻ്റെ റെസിപ്പിയാണ്. 3 തരത്തിലുള്ള നാനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് ഈ കാണുന്ന ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അവസാനം ഞാൻ പറയാം കേട്ടോ എത്ര വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നു എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ. എന്നിട്ടിത് നല്ലപോലെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആകെ നമ്മുടെ നാൻ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, ആകെ നാശമായി പോവും. അപ്പോൾ പിന്നെ വീണ്ടും എക്സ്ട്രാ പൊടി ഇടണം, ആകെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുമേ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് നമുക്കിനി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കത് ബോൾ പിടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. മിനിമം 1 മണിക്കൂർ, മാക്സിമം ഒരു 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറവ് 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ പിടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബോൾ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി ഈ ചപ്പാത്തി പലകമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാവുമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴയ്ക്കും തോറും ഞാൻ കൂടുതൽ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഞാനത് കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഓരോ ബോൾ പിടിക്കണത്. ഇച്ചിരി വലിപ്പത്തിൽ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ബോളുകളും കൂടുതൽ ചെറുതായി പോരുത്. നമുക്ക് ആ ഒരു ആകൃതിയിൽ കിട്ടണ്ടേ, ഒന്ന് പരത്തി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ പിടിക്കാനായിട്ട് പറയുന്നത്. ടോട്ടൽ എനിക്ക് 6 ബോളാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള ബോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്താനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പക്ഷേ ഇത്തിരി വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഒരു ബോൾ വെച്ചതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ പരത്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പം ഞാനിത് എള്ളിട്ടിട്ടുള്ള ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് എള്ള് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറാം. അതിന് ശേഷം ചപ്പാത്തിക്കോല് എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി പരത്തി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ എള്ള് അതിൽ പൊട്ടിയ പോലെയാവും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എള്ള് ഇട്ടിട്ടുള്ള ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പരത്താനായിട്ട് നോക്കാം. അടുത്തത് പരത്താൻ പോകുന്നത് ഗാർലിക് നാനാണ്. നമ്മൾ നേരത്തെ പരത്തിയ പോലെ തന്നെ ആദ്യം പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇത് രണ്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ എള്ളിട്ട് കൊടുത്തില്ലേ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ വീണ്ടും ഇത് ഒട്ടിയ പോലെയാവും അതിൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഗാർലിക് നാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ബട്ടർ നാനാണ്. അതെന്ന് പറയുമ്പോൾ സാധാ പരത്തെടുത്താൽ മതി, നമ്മളൊന്നും ചേർക്കണില്ല. നമ്മളത് ചുട്ടെടുക്കുന്ന സമയത്ത് ബട്ടർ മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. അതിനാണ് ബട്ടർ നാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പരത്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ 3 തരത്തിലുള്ള ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം. കണ്ടില്ലേ, ചെറിയ ചെറിയ പോളുകൾ വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിന് 2 സൈഡും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. കണ്ടോ, അതിൻ്റെ കളറൊന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ സൈഡിലും ബട്ടർ ഇട്ടിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ ആയിക്കഴിഞ്ഞ് നമുക്കിത് എടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ബട്ടറിനെന്ന് പറയുമ്പോൾ അതിന് ചുട്ടെടുക്കുക, പിന്നെ ഇതിലേക്ക് ബട്ടർ ഇട്ടൊന്ന് പുരട്ടിയെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് എല്ലാ നാനിലും നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കും. അത് ഒരുപോലെയാണ്. അപ്പോൾ നമ്മുടെ 3 തരത്തിലുള്ള നാനോട് റെഡി ആയിട്ടുണ്ട്. വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര കട്ട് ചെയ്ത് തോന്നുമെങ്കിലും കണ്ടോ, പൊട്ടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട്. വളരെയധികം സോഫ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ ചിക്കനാണ് എടുക്കുന്നത്. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിച്ച് നോക്കാനാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഗാർലിക് നാൻ കഴിക്കുമ്പോഴേ ശരിക്കും ആ ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുകയാണ്. പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.